സൂറത്തിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥി. അസാധാരണമായ ഒരു ജയത്തിന്റെ കഥ ഇന്ന് ദേശീയ തലത്തിൽ നിന്നും വരികയാണ്. അത് സൂറത്തിൽ നിന്നുമാണ്, ഗുജറാത്തിലെ സൂറത്തിൽ നിന്നും. തെരഞ്ഞെടുപ്പിന് മുൻപേ സൂറത്തിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥിയുടെ പേര് മുകേഷ് ദലാൽ എന്നാണ്. എങ്ങനെയാണ് ഈ ബിജെപിയുടെ സ്ഥാനാർത്ഥി അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. കോൺഗ്രസിന്റെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതോടുകൂടിയാണ് ഈ മുകേഷ് ദലാലിനെ വിജയായി പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നീലേഷ് കുംബാനിയുടെ പത്രിക ജില്ലാ വരണാധികാരി ഞായറാഴ്ചയാണ് തള്ളിയത്. 7 സ്വതന്ത്രരും മറ്റ് സ്ഥാനാർത്ഥികൾ 7 സ്വതന്ത്രർ ഉൾപ്പെടെ ബി.എസ്.പിയുടെ ഒരു സ്ഥാനാർത്ഥിയും ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത്. എന്നാൽ ഇവരെല്ലാം പിൻവാങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെ മത്സരത്തിനായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന ബി.എസ്.പി സ്ഥാനാർത്ഥിയും 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും പിൻവാങ്ങിയതോടുകൂടി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇന്ന് പുറത്തുവരികയാണ്. ബി.എസ്.പി സ്ഥാനാർത്ഥിയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിൻവാങ്ങിയതോടെ ഇദ്ദേഹം ലോക്സഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ പത്രിക തള്ളിയത് പിന്താങ്ങിയവരുടെ ഒപ്പിനെ ചൊല്ലിയുള്ള വിവാദത്തെ തുടർന്നാണ്. അതായത് സ്ഥാനാർത്ഥി പിന്തുണച്ച പത്രികയിൽ 3 പേർ ഒപ്പിട്ടിരുന്നു. എന്നാൽ ഈ ഒപ്പിട്ട 3 പേരിൽ ഒരാളെ പോലും കോൺഗ്രസിന് ഹാജരാക്കാൻ സാധിക്കാതെ പോയതോടുകൂടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുന്നത്. നിലേഷ് കുംബാനിയുടെ സഹോദരി ഭർത്താവ് ജഗദീഷ് സവലിയ ഉൾപ്പെടെ നിലേഷ് കുംബാനി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ച 3 പേരും അവസാന നിമിഷം കാലുമാറുകയായിരുന്നു. നിലേഷ് കുംബാനിയെ പിന്തുണച്ചിട്ടില്ലെന്നും പത്രികയിലെ തങ്ങളുടെ ഒപ്പുകൾ വ്യാജമാണെന്നും ആരോപിച്ച ഇവർ മൂവരും സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒപ്പുകളിൽ വൈരുദ്ധ്യം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതായത് നിലേഷ് കുംബാനിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പിന്താങ്ങി ഒപ്പുവെച്ചിരുന്ന 3 പേർ, അവരുടെ ഒപ്പുകളിൽ വൈരുദ്ധ്യം എന്ന് പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം വന്നതോടെ ഇവരോട് 3 പേരോടും ഞായറാഴ്ച, അതായത് ഇന്നലെ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ വരണാധികാരി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും 3 പേരും ഹാജരാകാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത്. അങ്ങനെ മണ്ഡലത്തിൽ ബിജെപിയുടെ മുഖ്യ എതിരാളിയായിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുന്നു. പിന്നാലെ 7 സ്വതന്ത്രർ ഉൾപ്പെടെ ബിജെപി സ്ഥാനാർത്ഥി ഒഴികെ എല്ലാവരും പത്രിക പിൻവലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബിജെപിയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. പക്ഷേ കോൺഗ്രസ് മിണ്ടാതിരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. നിലേഷ് കുംബാനിയുടെ പത്രിക തള്ളിയതിന് പിന്നാലെ ഏതാണ്ട് സമാന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മണ്ഡലത്തിലെ കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥി സുരേഷ് പാഠ്ശാലയുടെ പത്രികയും തള്ളുന്നു വരണാധികാരി. കോൺഗ്രസ് മറ്റൊരു ഡമ്മി സ്ഥാനാർത്ഥിയെ കൂടി നിർത്തിയിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ യഥാർത്ഥ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുമ്പോൾ അതിന് പിന്നാലെ ഈ ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. നിലേഷ് കുംബാനിയുടെ പത്രികയിൽ ഒപ്പുവെച്ചിരുന്ന 3 പേരെയും ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് കാണിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിവാക്കാൻ ബിജെപി അധികാര ദുർവിനിയോഗം നടത്തുന്നുവെന്ന് പാർട്ടിയുടെ ഗുജറാത്ത് അധ്യക്ഷൻ ശക്തി സിംഗ് ഗോഹിൽ ആരോപിക്കുന്നു. നിയമപരമായി നേരിടുമെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദം കോടതി കയറുകയാണ്. ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു കോൺഗ്രസ്. ബിജെപിയുടെ ഏകാധിപത്യമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഇല്ലാതായതോടെയാണ് അതിനാടകീയമായി ബിജെപി ഒഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിക്കുന്നത്. അത് തന്നെ ഒരു അസാധാരണമായ സാഹചര്യമാണ്. 7 സ്വതന്ത്രരും ബി.എസ്.പിയുടെ ഒരു സ്ഥാനാർത്ഥിയുമായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ. ബി.എസ്.പി സ്ഥാനാർത്ഥി പ്യാരിലാൽ ഭാരതി ഉൾപ്പെടെ 8 സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു. കോൺഗ്രസിന്റെ പത്രിക തള്ളിയതിന് പിന്നാലെ സൂറത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ CR പാട്ടീൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വരണാധികാരിയായ ജില്ലാ കളക്ടർ ബി.ജെ.പി സ്ഥാനാർത്ഥി മുകേഷ് ദലാലിന് MB സർട്ടിഫിക്കറ്റ് കൈമാറിയെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ജനാധിപത്യം ഭീഷണിയിലായിരിക്കുകയാണെന്നും ബിജെപിയുടെ ഏകാധിപത്യമാണ് രാജ്യത്ത് അരങ്ങേറുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുമ്പോൾ സൂറത്ത് സംഭവം ഇതിന് ഉദാഹരണമായി മാറുക കൂടി ചെയ്യുകയാണ്. അങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യം സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ഇവിടെ സംഭവിച്ചത് കോൺഗ്രസിന്റെ പത്രിക ചില കാരണങ്ങൾ പറഞ്ഞ് തള്ളിക്കളയുന്നു. അതിൽ പിന്താങ്ങിയവരുടെ ഒപ്പിന്റെ പ്രശ്നമാണ്. വരണാധികാരിക്ക് മുന്നിൽ അവർക്ക് 3 പേർക്കും ഹാജരാകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളുന്നു.
അതിനും ശേഷം മത്സരരംഗത്തുണ്ടായിരുന്ന 7 സ്വതന്ത്രരും ഒരു BSP സ്ഥാനാർത്ഥിയും പത്രിക പിൻവലിക്കുക കൂടി ചെയ്യുന്നു. അങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് BJP തന്നെ അവകാശപ്പെടുന്നു. അതാണ് സൂററ്റിൽ ഇന്ന് സംഭവിച്ചത്.